പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മെ നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും വിധങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളോട് ഹൃദ്യമായി ദൈവം ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. മറ്റൊരു ഹൃദയം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നാം ഇന്നലെ മുതൽ ചിന്തിച്ചു തുടങ്ങിയത്. മറ്റൊരു ഹൃദയം. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. നമ്മോട് ചേർന്ന് വരുന്നവർ, കൂടെ ജീവിക്കുന്നവർ ഒക്കെ ഒരു പുതിയ ഹൃദയം പ്രാപിക്കുവാൻ ഇടയാകണം എന്നാണ് നാം ചിന്തിച്ചു വന്നത്. ഒരു പുത്തൻ ഹൃദയം പ്രാപിക്കണം, ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം, ഒരു മാനസാന്തരപ്പെട്ട ഹൃദയം, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൃദയം അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കുവാനായിട്ട് ഇടയാകണം. അത് ദൈവമാണ് അവർക്ക് കൊടുക്കുന്നത്, നാം അതിനൊരു മുഖാന്തരമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും നാം വായിക്കുന്നത് ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു എന്നാണ്. അപ്പോൾ നമുക്ക് മറ്റാരെയും രൂപാന്തരപ്പെടുത്താനായിട്ടുള്ള കഴിവില്ല. ദൈവത്തിന് പരിശുദ്ധാത്മാവാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മെ ചാനലുകളാക്കി, നമ്മെ ഇൻസ്ട്രുമെന്റുകളാക്കി ദൈവം അതിനായി പ്രയോജനപ്പെടുത്താനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഒരാളെയും കൂടെ പെട്ടെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 Kings chapter 19 verse 15 and 16, ആ ഭാഗം വായിക്കുമ്പോൾ ഏലിയ പ്രവാചകനോട് യഹോവ അരുളി ചെയ്യുകയാണ്. എന്താണ് അരുളി ചെയ്യുന്നത്? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അരുളി ചെയ്യുന്നതിനോടൊപ്പം അവനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് പകരമായി എന്ത് ചെയ്യണം? ഏലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. നിനക്ക് പകരമായിട്ട് ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. അതായിരുന്നു ഏലിയാവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം. ഏലിയാവ് അത് ചെയ്തില്ലേ? ചെയ്തു. ഏലീശയെ ചെന്ന്, ചെളിക്കുണ്ടിൽ നിൽക്കുന്ന ഏലീശയെ ചെന്ന് കണ്ടെത്തി അവനെ കൂടെ കൊണ്ട് നടന്ന ഇരട്ടി പങ്ക് അഭിഷേകം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം അവനിൽ ജനിപ്പിച്ച് ആ വിധത്തിൽ അവനെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കണം കേട്ടോ. 2 Kings chapter 2 verse 12 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇവർ തമ്മിൽ വേർപിരിയുന്ന ഒരു സമയമാണത്. ഏലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാമിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഏലിയാവും ഏലീശയും കൂടെ ഒരുമിച്ച് കുറച്ചു കാലം നടന്നു, കുറച്ചു കാലം ജീവിച്ചു. അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നും നമുക്ക് എവിടെയും വെളിപ്പെടുത്തി തന്നിട്ടില്ല. അവസാന നിമിഷങ്ങളിൽ നീ ഇവിടെ ബഥേലിൽ താമസിച്ചോ, എരിഹോവിൽ താമസിച്ചോ, ഗിൽഗാലിൽ താമസിച്ചോ എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് നാം കേൾക്കുന്നത്. പക്ഷേ ഇവിടെ ഏലിയാവ് ഏലീശയെ വിട്ടുപിരിയുമ്പോൾ പെട്ടെന്ന് അവനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു റെസ്പോൺസ്, ഗുരോ എന്നല്ല വിളിക്കുന്നത്, എൻ്റെ പിതാവേ. ദൈവം ഏലിയാവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്തായിരുന്നു? ഒരു ശിഷ്യനെ ഒരുക്കിയെടുക്കുക, ഒരു പ്രവാചക ശിഷ്യനെ ഒരുക്കിയെടുക്കുക, നിനക്ക് പകരമായിട്ടൊരു പ്രവാചകനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് കൊടുത്തത്. പക്ഷേ വിളിക്കുമ്പോൾ വിളിക്കുന്നത് പിതാവേ എന്നുള്ള വിളിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് അഡ്രസ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ദൈവത്തെ അഡ്രസ് ചെയ്തതാണോ എന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാം ആ ഭാഗത്തുനിന്ന്. പക്ഷേ ഞാനതിനെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഗുരുവും ശിഷ്യനും എന്നുള്ള ബന്ധത്തെക്കാളേറെ ഒരു പിതാവും മകനും എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്കാ. എന്തായിരുന്നു ആ ഹൃദയത്തിന് വന്ന രൂപാന്തരം? ചെളിക്കുണ്ടിൽ നിന്ന ഒരു ബിസിനസ് മൈൻഡോടുകൂടെ നിന്ന, കാളയുടെ പുറകെ നിന്ന ഒരു മനുഷ്യനെ പിതാവെന്ന നിലയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു മകനെ പോലെയുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന
ഒരനുഭവം. നമ്മുടെ കൂടെ ചേരുന്നവർക്കൊക്കെ മറ്റൊരു ഹൃദയം. അതുമാത്രമാണോ? ഈ മനുഷ്യനേക്കാൾ ഇരട്ടി പങ്ക് അഭിഷേകം എനിക്ക് വേണമെന്ന് അവന്റെ ഉള്ളിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു ബന്ധം. നമ്മോട് ചേർന്ന് നടക്കുന്നവർക്ക് കർത്താവേ, ഈ വ്യക്തിയേക്കാൾ ഇരട്ടി പങ്ക് അഭിഷേകം എനിക്ക് വേണമെന്ന് അവർ ചിന്തിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ അഭിഷേകത്തിന്റെ നന്മ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ അഭിഷേകത്തിന്റെ ജ്വലനം അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവരത് ആഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള ഒന്നായി നമ്മുടെ മേലുള്ള അഭിഷേകം, നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന വചനം ഒക്കെ മാറുന്നുണ്ടോ? നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, another heart, give me another heart and help me to transform other people's heart. എനിക്ക് മറ്റൊരു ഹൃദയം വേണം. എന്നോട് ചേർന്ന് വരുന്നവർക്ക് മറ്റൊരു ഹൃദയം ലഭിക്കുന്ന ഒരു അനുഭവം, അങ്ങിൽ നിന്ന് അത് പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ മറ്റ് പല വിധത്തിലുള്ള ഹൃദയങ്ങൾ കാണാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. അതിനകത്ത് ഒരു ഹൃദയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ തക്കൊണ്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആ 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ യുക്തമായത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ദൈവം അവന് കൊടുത്തു. ഞാൻ ആ ഹൃദയത്തിന് ഒരു പേരിടുകയാണ്, ഡിസേണിംഗ് ഹാർട്ട്. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസേണിംഗ് ഹാർട്ട്, യുക്തമായത് ചിന്തിച്ച് യുക്തമായത് പ്രവർത്തിപ്പാനായിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് യുക്തമായിട്ടുള്ളത് ചെയ്യാനുള്ള ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ? to perform the right action at the right time. ആ ശരിയായ സമയത്ത് ശരിയായത് പ്രവർത്തിപ്പാനുള്ള ഒരു ഹൃദയമാണ് ഡിസേണിംഗ് ഹാർട്ട്. ഡിസേൺമെന്റിനെ കുറിച്ച് ഒരു ചിലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ഡിസേൺമെന്റ്? എന്താണ് ദൈവികമായിട്ടുള്ള തിരിച്ചറിയൽ എന്ന് നാം മനസ്സിലാക്കണം. ഡിസേൺമെന്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് സിംപ്ലി ടെല്ലിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. Rather, it is telling the difference between right and almost right. So discernment എന്ന് പറയുന്നത് തെറ്റും ശരിയും തമ്മിൽ ഉള്ള വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്നതിനേക്കാൾ ശരിയും ഓൾമോസ്റ്റ് ആ ശരിയോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഡിവൈൻ ഡിസേൺമെന്റ്. ചാൾസ് സ്പർജൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലോജിക് മൈൻഡ് കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ ശരിയും ആ ശരിയോട് ചേർന്ന് നിൽക്കുന്ന ചിലത് കണ്ടാൽ ശരിക്കും ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന ചിലത്, അത് തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്വർഗീയമായ വിവേചനം എന്ന് പറയുന്നത്. സ്വർഗീയമായ ആ വിവേചനത്തിനുള്ള ഒരു ഹൃദയം, അത് നമുക്ക് പ്രാപിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഡിസേണിംഗ് ഹാർട്ടിനെ കുറിച്ച് മറ്റൊരു 1-2 ഇതും കൂടെ ഞാൻ വായിച്ചാൽ, ഡിസേൺമെന്റ് ഈസ് ഗോഡ്സ് കോൾ ടു ഇന്റർസെഷൻ, നെവർ ടു ഫോൾട്ട് ഫൈൻഡിങ്. ഡിസേൺമെന്റിനെ കുറിച്ച്
ടെൻ ബൂം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഡിസേൺമെന്റ് എന്ന് പറയുന്നത് തെറ്റായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരുവനെ കാണുമ്പോൾ ആ വ്യക്തിയുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതല്ല, പകരം ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതാണ് വിവേചനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, പകരം ദൈവമേ, ആ വ്യക്തി തെറ്റിപ്പോയിരിക്കുന്നു, ശരിയായ വഴിയിലേക്ക് നീ ആ വ്യക്തിയെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിനും ആ വ്യക്തിക്കും ഇടയിൽ കയറി നിൽക്കുന്ന ഒരനുഭവമാണ് ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റേത് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ടു ഫൈൻഡ് ഫോൾട്ട് ഇറ്റ് ഈസ് വെരി ഈസി. ടു പോയിന്റ് ഫിംഗേഴ്സ് ഇറ്റ്സ് വെരി ഈസി. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ദൈവദാസന്മാരും ഈ നമ്മുടെ സഭയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ എല്ലാവരും മനുഷ്യരാണ്. അവർക്കൊക്കെ തെറ്റുകൾ പറ്റാം. അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടാവാം. ഞാൻ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 30 വർഷം പൂർത്തിയാകും ഈ സെപ്റ്റംബറിൽ. ഈ 30 വർഷത്തിനിടയിൽ എന്തുമാത്രം കാര്യങ്ങളിൽ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ചേഞ്ചസ് വന്നു. ഞാൻ 30 വർഷങ്ങൾക്ക് അല്ല 25 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, 20 വർഷം മുമ്പ്, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ പോലും ദൈവമേ അത് അങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. നാം ദൈവത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ, നാം ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ കൂടുതൽ പ്രാപിക്കുമ്പോൾ, നാം ആത്മീയമായി വളരുമ്പോൾ നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ മാച്യൂരിറ്റി ലെവലിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന ഒരു കുഞ്ഞിനെ നോക്കി നീ വീണു 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 എന്ന് പറയുന്നതിനേക്കാൾ ആ വീണു പോയ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിട്ട് നീ വീണു, ശരിയാണ്, പക്ഷേ ഞാനൊന്ന് താങ്ങിത്തരാം, അടുത്ത 2 ചുവട് നീ വീഴാതെ നടക്കാനെന്ന് പറയാൻ കഴിയുമോ? അതാണ് വിവേചനം. ഇറ്റ്സ് സോ സിമ്പിൾ. അപ്പൊ ഫോൾട്ട് ഫൈൻഡിങ് അല്ല വിവേചനം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 95% കുറ്റപ്പെടുത്തലുകളും നമ്മുടെ വീട്ടിനകത്തും പുറത്തും, സഭയ്ക്കകത്തും പുറത്തും ഒക്കെ നിന്നു പോകുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, പല ദൈവദാസന്മാരെയും കുറ്റം പറയുന്നവർ, പല സഭകളെയും കുറ്റം പറയുന്നവർ. എനിക്ക് സ്വാതന്ത്ര്യമുള്ളവരോട്, എല്ലാവരോടും ഒന്നും ചോദിക്കാറില്ല കേട്ടോ, പണ്ട് ചോദിക്കുമായിരുന്നു, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യത്തില്ല. സ്വാതന്ത്ര്യമുള്ളവരോട് ചോദിക്കും, അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സൗമ്യതയുടെ മനസ്സൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കിട്ടിയത്. മറ്റേ അങ്ങനെയല്ലായിരുന്നു, വെട്ടൊന്ന് മുറി രണ്ടെന്ന് ആരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ചെയ്യും കേട്ടോ, വളരെ പ്രാർത്ഥനയോടെ അത് ചെയ്യും. പക്ഷേ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഓക്കെ, ഈ ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്നത് ശരിയാണ്, ആ സഭയെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കുറ്റം 100% ശരിയാണ്, പക്ഷേ ആ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു? ആ ദേവദാസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ കുറ്റം കണ്ടപ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ ദൈവസന്നിധിയിൽ ആ ദേവദാസിന് വേണ്ടി കവണ്ണു കിടന്നു? നിങ്ങൾ ആ ദേവദാസിനോട് നേരിട്ട് ഇത് പറയുവാൻ എന്ത് എഫേർട്ട് എടുത്തു? ചെയ്തോ? ചെയ്തില്ലെങ്കിൽ ഷട്ട് അപ്പ്. I'm sorry to use that word. എനിക്കറിയാം അതൊരു പുൽപിറ്റ് ലാംഗ്വേജ് അല്ല എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ മിണ്ടരുത്, ഒരുത്തരോട് പറയരുത്, ദൈവത്തോട് പറയണം. പറയാൻ സ്വാതന്ത്ര്യമുള്ളവരോട്, അച്ഛാ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന അല്ലേ ശരി, ചോദിക്കുന്നതിനകത്ത് എന്താ? അവർ അംഗീകരിച്ചാൽ നന്ന്, അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതമാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ഡിസേണിങ് ഹാർട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ 10 ഹൃദയങ്ങളും പഠിച്ചു കഴിയുമ്പോൾ
നമുക്ക് എല്ലാവർക്കും ഈ 10 ഹൃദയവും ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഞാൻ ഈ വചനം പങ്കുവെക്കുന്നത്. അല്ലാതെ ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കി അത് കുറെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുക എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല. ഇന്നും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഓരോ ദിവസവും പറയുന്ന ആ ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെച്ചതാ കർത്താവെ, അതൊന്ന് പ്രാപിക്കാനായിട്ടുള്ള ഒരു കൃപ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാ, ഒരു ഡിസേണിങ് ഹാർട്ട്. 100% അത് പ്രാപിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പലയിടങ്ങളിലും ഡിസേൺ ചെയ്യാൻ കഴിയാത്ത, വിവേചനത്തോടെ ചിന്തിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. ഡിസേൺമെന്റ് ഈസ് ദ എബിലിറ്റി ടു സീ തിങ്സ് for what they really are. Discernment is the ability to see things for what they really are and not for what you want them to be. Discernment എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കാണുമ്പോൾ ആ കാര്യത്തെ അതെന്താണോ അതിനെ അതുപോലെ കാണാനും അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സാണ് ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആഗ്രഹത്തിലും അത് എന്തായിരിക്കണം എന്നുള്ളതല്ല ഡിസേൺമെന്റ്. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഡിസേൺമെന്റിൽ നമ്മൾ തെറ്റിപ്പോകുന്നത്. നമ്മുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങളെ തരുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ ചുമക്കുന്നവരുണ്ട്. അവർക്ക് ജന്മം കൊടുക്കുമ്പോൾ തന്നെ ഒരു IAS ചുമക്കുന്നവരുണ്ട്. നോ, അതല്ല വിവേചനം. എന്താണ് വിവേചനം? ടു സീ ദ ചൈൽഡ് for what they really are born to this earth. ഈ കുഞ്ഞിനെ എന്തിനു വേണ്ടിയാണ് എൻ്റെ കയ്യിൽ തന്നത്, എൻ്റെ ഭവനത്തിൽ തന്നത്? ഈ കുഞ്ഞിനെ ആരാകാനാണ് ദൈവം ജനിപ്പിച്ചത്? അതല്ലാതെ അവരാരായി തീരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി അവരെ കണ്ട് അവരെ പുഷ് ചെയ്ത് അതിനകത്ത് കൊണ്ടുചെന്നിടുന്നതല്ല ഡിസേൺമെന്റ്. ഡിവൈൻ ഡിസേൺമെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് കിട്ടിയ എന്ത് ഈസി ആയിരുന്നു അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള ആ ഒരു ഡിസേൺമെന്റ്, അവരാരാകാനാ ദൈവം അവരെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. ഈ ടെൻഷൻ എല്ലാം കൂടെ പിടിക്കത്തില്ല. 10th കഴിയുമ്പോൾ 11th കയറുമ്പോൾ ഏത് സ്ട്രീം എടുക്കണമെന്ന് പറഞ്ഞ് തല പൊട്ടത്തില്ല. ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തയായിട്ട് നിന്നല്ല ഈ സംസാരിക്കുന്നത്. എനിക്ക് എന്താ ഇത് പറയാൻ കഴിയുന്നത്? ഐ വെന്റ് ത്രൂ ഇറ്റ്. ഞങ്ങളുടെ മൂത്ത മോൻ 10th എക്സാം എഴുതുന്നതിന്റെ തലേദിവസം അവരുടെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന്റെ തലേദിവസം ഞങ്ങൾ അവനോട് ചോദിക്കും, എടാ നിനക്ക് ഏത് സ്ട്രീമാ വേണ്ടിയത്? എനിക്കറിയത്തില്ല, പപ്പാച്ചിയും അമ്മയും പറഞ്ഞാൽ ചേട്ടാ ഞങ്ങളിത്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഭയങ്കര കൂളായിരുന്നു പുള്ളിക്കാരൻ. പുള്ളി പിന്നെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനെ അങ്ങനെ കണ്ട് പിന്നെ എനിക്കത് ഒരു പുതിയ കാര്യമാണ്. പക്ഷെ ഞാൻ ടെൻഷൻ പിടിച്ചു. ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്നു, ഞാൻ പകല് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഡ്യൂട്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്ന് വെളിപ്പെടുത്തി. എവിടെ കർത്താവ് ഒരക്ഷരം മിണ്ടുന്നില്ല. അവസാനം ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം അങ്ങ് കേട്ടു. നിങ്ങൾക്കറിയാമോ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന? നിങ്ങൾക്കും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരിക്കലും സ്കൂളുകാർ ഇത് ചെയ്യാറില്ല. ആദ്യമായിട്ട് സീഡ് സ്കൂളുകാർ ചെയ്ത ഒരു കാര്യം, അത് പിന്നീട് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ വർഷം സ്കൂളുകാർ പറയണം ഒരു കുട്ടിക്ക് ഏത് സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടും, ഏത് സ്ട്രീം എടുക്കാം. ഈ ഒമാനിലുള്ള ഏതെങ്കിലും ഇന്ത്യൻ സ്കൂളുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഇയർ ഇറ്റ് ഹാപ്പൻഡ്.
നിങ്ങൾക്കറിയാമോ, അവന്റെ ലാസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഇദ്ദേഹം ഒരു പീസ് ഓഫ് പേപ്പറുമായിട്ടാണ് വരുന്നത്. ഈ പുള്ളിക്ക് ആകപ്പാടെ കിട്ടുന്ന സ്ട്രീം ബയോളജി സ്ട്രീം. ബയോമാത്ത് കിട്ടത്തില്ല, എന്താ പറയുക, കൊമേഴ്സ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. പുള്ളിക്ക് ആകെ കിട്ടുന്നത് ബയോളജി, വേറെ ഒന്നും പുള്ളിക്ക് കിട്ടത്തില്ല. അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഞങ്ങളോട് പറയുന്നത്, എനിക്ക് മാത്സ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒമാനിന്ന് പോകണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ വല്ലതും ചേരാമല്ലോ. അപ്പോഴും ആ സ്ട്രീമിനോടുള്ള ഇഷ്ടമൊന്നുമല്ല, ഇവിടുന്ന് പോവണ്ടല്ലോ. ഞാൻ പറയുന്ന ഈ ടെൻഷനിലൂടെ നമ്മൾ പോത്തില്ല. നേരത്തെ ഡിസേൺ ചെയ്യാൻ പറ്റിയ നമുക്ക് ഇങ്ങനെയൊരു ഹൃദയം ദൈവത്തോട് ചോദിക്കാം. ഞാനൊരു ഒരു ഒരു കോമൺ, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നൊരു വിഷയം പറഞ്ഞതാ കേട്ടോ. വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നൊരു വിഷയം, പ്രത്യേകിച്ചും അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നൊരു വിഷയം അങ്ങ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞു എന്ന് ഉള്ളതേ ഉള്ളൂ. ഇനി ദ ഹാർട്ട് ഓഫ് സ്പിരിച്വൽ ഡിസേൺമെന്റ് is being able to distinguish, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The heart of spiritual discernment is being able to distinguish the voice of the world from the voice of God. അതായത് ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്പിരിച്വൽ ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. Isaiah chapter 7 verse 15. ഡിസേൺമെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. അവിടെ ഡിസേൺമെന്റിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ കന്യകഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നു, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. To refuse evil and to choose good. So this is called discernment. Refusing evil and choosing good. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുക. ലേവ്യ പുസ്തകത്തിലേക്ക് പോയാൽ അതിനകത്തും നമുക്ക് ഡിസേൺമെന്റിനെ കുറിച്ച് മനോഹരമായ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 10 verse 10. എന്താണ് വായിക്കുന്നത്? ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ. ഞാൻ കുറച്ചുകൂടെ പോളിഷ്ഡ്, കുറച്ചുകൂടെ എടുത്തു പറയും, ശുദ്ധവും പരിശുദ്ധവും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നതാണ് ആക്ച്വൽ ഡിസേൺമെന്റ്. ശുദ്ധവും പരിശുദ്ധവും തമ്മിൽ വേർതിരിക്കാൻ കഴിയണം. അത്രമാത്രം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിസേൺമെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ഡിസേണിങ് ഹാർട്ട് നമുക്ക് കിട്ടുന്നതെന്നറിയാമോ? അത് കിട്ടുന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1, 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിന് പൂഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. I pray that your love may abound yet more and more in knowledge and in discernment. ഈ ഡിസേൺമെന്റ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ ഡിസേൺമെന്റ്, ഒരു ഡിസേണിങ് ഹാർട്ട് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ
ആ സ്നേഹം അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച്, അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ഡിസേൺമെന്റും കൂടിക്കൂടി വരും. ദൈവത്തോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നതനുസരിച്ച് അവിടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വായിക്കാൻ കഴിയുന്നത് that you may approve things that are excellent and you may be sincere and without offense till the day of Christ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എന്താണ് വായിക്കുന്നത്? I pray that your love may abound yet more and more in knowledge and in discernment. അപ്പൊ ഈ സ്നേഹവും ഡിസേൺമെന്റും ഒക്കെ കൂടെ കുഴഞ്ഞു കിടക്കുന്ന, ഒന്നിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ നാം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ നിന്നാണ് നാം വിവേചിക്കുന്നതെങ്കിൽ വേറെ ആരുടെയും ഫോൾട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യത്തില്ല, നമ്മൾ ഇന്റർസീഡ് ചെയ്യും. ഈ സ്നേഹമില്ലാതുള്ള വിവേചനം വരുന്നത് കൊണ്ടാണ് that's why we are pointing fingers at others. അതുകൊണ്ടാണ് കുറ്റപ്പെടുത്താൻ തോന്നുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ശുദ്ധവും പരിശുദ്ധവും തമ്മിൽ ആ വിധത്തിലുള്ള നേരിയ വ്യത്യാസങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ ഡിസേൺമെന്റ് ഔട്ട് ഓഫ് ഓവർഫ്ലോയിങ് ലവ്, സ്നേഹത്തിൽ നിറഞ്ഞു കവിയുന്ന ആ ഡിസേൺമെന്റ് നമുക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? We will be able to discern what is best. You will be able to discern between the best and good. ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തെറ്റും ശരിയും തമ്മിലുള്ളതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഗുഡ് ആയിട്ടുള്ളതും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസം, അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ലഭിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.